നമുക്ക് 2 ബാൻഡുകൾ പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 2 എനർജി ബാൻഡുകളുണ്ട്. ഒരെണ്ണം വാലൻസ് ബാൻഡും അടുത്തത് കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിൽ ഇതെങ്ങനെയായിരിക്കും, ഒരു ഇൻസുലേറ്ററിൽ ഇതെങ്ങനെയായിരിക്കും, ഒരു സെമി കണ്ടക്ടറിൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് കണ്ടക്ടറിലെ കാര്യമാണ്, പിന്നെ ഇൻസുലേറ്ററിലെയും കാര്യം. സോ കണ്ടക്ടറിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറിൽ ഞാൻ ഈ വാലൻസ് ബാൻഡിനെ ബ്ലൂ കളർ കൊണ്ട് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് വാലൻസ് ബാൻഡ്. ദെൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തിരിക്കും. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, സോ ഒരു കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടക്ടറിലെ കണ്ടക്ഷൻ ബാൻഡും ആൻഡ് വാലൻസ് ബാൻഡ് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. സോ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തായിരിക്കും ഒരു കണ്ടക്ടറിൽ വരിക. അതാണ് ഇവിടെ ഈസി ആയിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒരു ആറ്റത്തിൽ ഓവർലാപ്ഡ് ആണെങ്കിൽ ആ ആറ്റം ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ആറ്റമായിരിക്കും. അതായത് കോപ്പറിന്റെയോ അലുമിനിയത്തിന്റെയോ ഒക്കെ ആറ്റമായിരിക്കും അത്. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും, ഓവർലാപ്പ് ചെയ്യും, തമ്മിൽ മിക്സ് ആയിരിക്കും, ചേർന്നായിരിക്കും എന്ത് ചെയ്യുക, ഇരിക്കുക കേട്ടോ. സോ ഇതാണ് എന്താ പറയുന്നത് കണ്ടക്ടർ. ഇനി കണ്ടക്ടേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാലോ. നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം കണ്ടക്ടേഴ്സിന്? കോമൺലി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കോപ്പർ പറയാം അല്ലെ, കോപ്പർ പറയാം. അതുപോലെ തന്നെ അലുമിനിയം പറയാം. ദെൻ സിങ്ക് ഒരു കണ്ടക്ടറാണ്. ദെൻ ലെഡ് ഒരു കണ്ടക്ടറാണ്. അതുപോലെ ടിൻ ഒരു കണ്ടക്ടറാണ്. ദെൻ യുറേക്ക, നിക്രോം എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണെന്ത് മെയിൻ ആയിട്ട് വരുന്ന കണ്ടക്ടേഴ്സ്. ഇനി അടുത്ത് നമുക്ക് പറയാം സിൽവർ. അപ്പോൾ സിൽവറും ഗോൾഡോ സാറേ? സിൽവറും ഗോൾഡും ഉണ്ട്. സിൽവറും ഗോൾഡും വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, ബട്ട് നമുക്ക് ആ സിൽവറും ഗോൾഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കമ്പനി പൂട്ടി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സിൽവറും ഗോൾഡും അങ്ങനെ കണ്ടക്ഷൻ്റെ ഇതിനു വേണ്ടി നമ്മൾ ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊന്നല്ലാതെ ഒരു ബൾക്കായിട്ടൊരു കണ്ടക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സിൽവറും ഗോൾഡും ഒന്നും കണ്ടക്ടിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നില്ല. കോപ്പർ അലുമിനിയം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, സോ സിൽവറും ഗോൾഡും ഒക്കെ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, ബട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പറും അലുമിനിയം ആണ്. ചില സ്പെഷ്യൽ കൈൻഡ് ഓഫ് പർപ്പസിന് മാത്രമേ ഈ ബാക്കി പറഞ്ഞ സിങ്കോ ലെഡും ടിന്നോ ഒക്കെ എവിടെ യൂസ് ചെയ്യുക, നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടക്ടിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്ത് 2 ടെർമിനലിനിടയ്ക്കുള്ള കണ്ടക്ടിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ടിന്നും ലെഡും ആണ്. ഓക്കെ, അതുപോലെ അതാണ് കണ്ടക്ഷൻ്റെ കേസ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കേസ് എന്താണ്? ഇനി നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിൽ 1, 2, 3 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിലും വാലൻസ് ഷെല്ലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കണ്ടക്ടർ അല്ലേ. സെമി കണ്ടക്ടറിന്റെ കേസ് നോക്കാം. സെമി കണ്ടക്ടറിന്റെ കേസ് നമുക്ക് ഇങ്ങനെ നോക്കാം. ഒരു മെറ്റീരിയൽ എടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു 14 അറ്റോമിക് നമ്പർ 14 വരുന്ന മെറ്റീരിയൽ. ഓക്കെ, 14 ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2, 8, അപ്പോൾ 10 ആയില്ലേ ഇവിടെ, 2, 8 കൂടെ 10 ആയി. ഇനി അടുത്ത കൂടെ എന്ത് വരും? അടുത്ത സെല്ലിൽ എത്ര എണ്ണ വരുള്ളൂ? 4 എണ്ണ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണം വരുന്ന 4 ഇലക്ട്രോൺസ് വരുന്ന ആറ്റംസിനെ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടാവും? ഔട്ടർ മോസ്റ്റ് ഷെൽ ഹാസ് 4 electrons. They are called semiconductors. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ്സിന്റെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം? 14th ഗ്രൂപ്പ് എലമെന്റ്. ഓക്കെ,
എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ 14ാം ഗ്രൂപ്പ് എലമെന്റ്സ്, ഓക്കെ, 14th ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വരുന്ന ആണ്. അവിടെയാണ് നമുക്ക് സിലിക്ക വരുന്നത്, കാർബൺ വരുന്നത്. ഓക്കെ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഒക്കെ വരുന്ന എവിടെയാണ്? 4 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. സോ അതാണ് സെമി കണ്ടക്ടർ ഗ്രൂപ്പ്, ഓക്കെ, എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ 14th ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത. സെമി കണ്ടക്ടർ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ഗ്യാപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ വാലൻസ് ബാൻഡും പിന്നെ ഇതിന്റെ കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അവിടെ എനർജി ഗ്യാപ്പ് ഉണ്ടാവും, ബട്ട് എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, എനർജി ഗ്യാപ്പ് ഉണ്ട്, എനർജി ഗ്യാപ്പ് ഈസ് ലോ. ഓക്കെ, എനർജി ഗ്യാപ്പ് കുറവായിരിക്കും, ഉണ്ട് പക്ഷെ അത് കുറവായിരിക്കും. ഓക്കെ, എനർജി ഗ്യാപ്പ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടില്ല, അതാണ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. ഇനി എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, അപ്പോൾ അത് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് വർക്ക് ചെയ്യുന്നില്ലേ? ബയാസിങ് കൊടുക്കുന്നതാണ്. സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യണം 2 കണ്ടീഷൻസ് ആണ്. ഒന്നിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂടണം, തെർമൽ കണ്ടക്ടിവിറ്റി കാരണം അതെന്ത് ചെയ്യും? ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും. അതർവൈസ് എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് കറണ്ട് നമ്മൾ സപ്ലൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത്രയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടക്ഷൻ നോക്കാം. അതാണ് ബയാസിങ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പി എൻ ജംഗ്ഷൻ ഡയോഡൊക്കെ പഠിക്കുക നിങ്ങൾ, അല്ലെങ്കിൽ നീ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? 4 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് സിലിക്കൺ, ജെർമേനിയം. ഓക്കെ, ജെർമേനിയം, സിലിക്കൺ, ജെർമേനിയം ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്ന സാധനത്തിന്റെ പേരാണെന്ത്? ഇൻസുലേറ്റർ. സോ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇൻസുലേറ്റർ നമ്മൾ പറഞ്ഞു 1, 2, 3 ആണെങ്കിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1, 2, 3 ആണെങ്കിൽ അതിന്റെ പേരെന്താണ്? കണ്ടക്ടർ ആണ്. ദെൻ 4 വന്നു കഴിഞ്ഞാൽ അത് സെമി കണ്ടക്ടറായി. ഇനി ഇൻസുലേറ്റർ വരുമ്പോൾ ഇൻസുലേറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതൊക്കെ എന്തായിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 5, 6, 7 ഒക്കെ ആയിരിക്കും. 5, 6, 7 ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം വരിക. ഓക്കെ, സോ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ്റം നോക്കി, ആറ്റത്തിന്റെ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നതാണെന്നറിയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് അത് സെമി കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്ന് പറയാൻ വേണ്ടി ചോദിക്കും. ഇപ്പൊ 5, 6, 7 ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5, 6, 7 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസുലേറ്റർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം. 35 ഇലക്ട്രോൺസ്, 35 ഇലക്ട്രോൺസ് വരുന്ന 35 ഇലക്ട്രോൺസ് ഉള്ളൊരു ആറ്റം. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതിയാൽ എങ്ങനെ വരും? 2, 8, 18. എത്രയായി? 2, 8, 18 ചെയ്യുമ്പോൾ എത്രയായി? 20, 28 ആയില്ലേ? 28ആയി. അപ്പൊ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? അടുത്ത ഷെല്ലിൽ ഇനി എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്? 7 എണ്ണമാണ് ബാക്കിയുള്ളത്. അടുത്ത ഷെല്ലിൽ മാക്സിമം പോയി 8 എണ്ണം വരാം, അല്ലെങ്കിൽ എന്താവണം? 18 ആവണം. ഓക്കെ, 2 എണ്ണം വരില്ല, 8 വരാം, അല്ലെങ്കിൽ 18 വരാം, 32 അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, 7 എണ്ണത്തിന് വകുപ്പുള്ളൂ. അപ്പോൾ അടുത്ത എന്താണ്? 7 ആണ് അടുത്ത് വരിക, അടുത്ത് 7. സോ ഇതെന്തായിരിക്കും? ഇതൊരു ഇൻസുലേറ്റർ ആയിരിക്കും. കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ അതുകൊണ്ട് അതെന്തായിരിക്കും? അതൊരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. അത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. സോ അതൊരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. സോ ഇതൊരു ഇൻസുലേറ്റർ. സോ 5, 6, 7 ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമെങ്കിൽ, വാലൻസ് ഷെല്ലാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻസുലേറ്റർ. ഓക്കെ, സോ ഇൻസുലേറ്റേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റെസ്ട്രിക്റ്റ് ഫ്രീ ഇലക്ട്രോൺ. റെസ്ട്രിക്റ്റ് ഫ്രീ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അത് തടയും, അത് ഒപ്പോസ് ചെയ്യും.
opposes the free electrons. Okay. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എയർ എന്താണ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഒരു ഇൻസുലേറ്റർ മീഡിയമാണ്. അതുപോലെ തന്നെ എയർ പോലെ നമുക്ക് ഗ്ലാസ് പറയാം, വുഡ് പറയാം, ഡ്രൈ വുഡ്, ഓക്കെ, വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ, ദീസ് ആർ ദ എക്സാമ്പിൾസ്. പേപ്പർ, മൈക്ക, അങ്ങനെ കുറെ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഇതിനകത്തെല്ലാം ആറ്റം ഉണ്ടല്ലോ സാർ. ഇൻസുലേറ്റേഴ്സ് അല്ലേ, ഇതിലൊക്കെ എങ്ങനെ വാലൻസ്? ഇൻസുലേറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? ആ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. 5, 6, 7 ഒക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ഇൻസുലേറ്റർ. ഇനി അടുത്ത് വരുന്നത് എന്താണ്? 8 ഇലക്ട്രോൺസ് വരുന്നത്. 8 ഇലക്ട്രോൺസ് വരുന്നത് നമ്മൾ എന്താ പറയും? ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിനെ എന്താ പറയാ, അത് ഗ്യാസസ് ആണ് കേട്ടോ, അത് ഗ്യാസസ് ആണ്. സോ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻസുലേറ്ററിൽ 5, 6, 7 എന്നുള്ള കേസ് നമ്മൾ ഇൻസുലേറ്റിംഗ് ഗ്യാസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, ഇനർട്ട് ഗ്യാസ് നമ്മൾ പറയത്തില്ലേ, ആ സാധനം ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, സോ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാനാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാക്കാനാണ് നമ്മൾ സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള എന്താണ്? അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ഫസ്റ്റ് ആറ്റത്തിനെ ബേസ് ചെയ്ത്, അറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ആദ്യം നമുക്ക് പറയേണ്ടി വരുന്ന കോൺസെപ്റ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ എലമെന്റ്സ്, ഓക്കെ, ഈ സർക്യൂട്ടിന്റെ തന്നെ എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സർക്യൂട്ടിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. സിമ്പിൾ സർക്യൂട്ട് എലമെന്റ്സ്. ഓക്കെ, സിമ്പിൾ സർക്യൂട്ട് എലമെന്റ്സ്. സോ ഒരു സർക്യൂട്ട് എടുത്താൽ, ഓക്കെ, ഒരു സർക്യൂട്ട് എടുത്താൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് സർക്യൂട്ട് വേണം, ഒരു പാത്ത് വേണം. ആ പാത്ത് ആണെന്ന് പറയുന്നത് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പാത്ത് ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള പാത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ, സർക്യൂട്ട്. അപ്പൊ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ എലമെന്റ്സ് ചേർന്നാൽ ഒരു സർക്യൂട്ട് ആവും എന്നുള്ള കാര്യം നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കുക അതിൽ എന്തൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഒരു എനർജി സോഴ്സ് ആണ്. എനർജി സോഴ്സ്. സോ എനർജി സോഴ്സ് ഫസ്റ്റ് നമുക്കൊരു എനർജി സോഴ്സ് ആണ് ഒരു സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ എനർജി സോഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ വോൾട്ടേജ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ വോൾട്ടേജ് നീഡഡ് ടു ഫോഴ്സ് ദ കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. ഓക്കെ, എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ വോൾട്ടേജ് നീഡഡ് ടു ഫോഴ്സ് കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അല്ലെ അത് കറസ്പോണ്ടിങ് ആയ വോൾട്ടേജ് കൊടുക്കുന്നു. അതാണ് സോഴ്സിന്റെ ഉത്തരവാദിത്തം. അത് സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യണം, അതിൽ കറണ്ട് പോകാനുള്ള ഒരു ഫോഴ്സ് കൊടുക്കും. അതാണ് സോഴ്സ്. ഓക്കെ, അതാണ് സോഴ്സ് എന്ന് പറയുന്ന സാധനം. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഈ സോഴ്സ് ഫോഴ്സ് കൊടുത്താൽ മാത്രം പോരല്ലോ, ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ കറണ്ട് ഏത് വഴിക്കെങ്കിലും പോണ്ടേ, അല്ലെ? ആ കറണ്ട് ഒരു വഴിയിൽ കൂടെ പോണ്ടേ. അതിന് പറയുന്ന പേരാണ് കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടർ. ഓക്കെ, സോ ഈ കണ്ടക്ടറിൽ കൂടെ എന്ത് ചെയ്യും? ഈ ഫോഴ്സ് കൊടുത്തുണ്ടായ കറണ്ട് മൂവ് ചെയ്യും. ഫ്ലോസ് കറണ്ട്, ഫ്ലോസ് or in which current can flow. അങ്ങനെ എഴുതാം, in which current can flow. That is called a conductor. Then
അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്ത് ഒരു കണ്ടക്ടർ കൊടുത്ത് അങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? അത് മതിയോ? അത് പോരാ. അത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുക, പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ലോഡ്. ഒരു ലോഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. ഓർ ലോഡിന് നമ്മൾ ജനറലി പറയുന്നത് എന്താണ്? റെസിസ്റ്റർ എന്നൊക്കെ പറയാം. റെസിസ്റ്റർ, ലൈറ്റ് ലോഡ്, ഫാന്, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ വീട്ടിൽ എന്താണ്, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മൾ കറണ്ട് നമ്മുടെ മീറ്റർ വഴി നമ്മളിങ്ങനെ എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വയർ കണക്ട് ചെയ്ത് നമ്മൾ ലൈറ്റിലേക്ക് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ അവിടെ ലൈറ്റ് ആണ് എന്ത്? ലോഡ്. ലൈറ്റ് ആണ് ലോഡ് എന്ന് പറയുന്ന സാധനം. സോ അത് റെസിസ്റ്റർ ആവാം, കോമ്പിനേഷൻ ഓഫ് പാസീവ് എലമെന്റ്സ്, അതായത് കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ ഒക്കെ ആവാം, അല്ലേ? സോ ദാറ്റ് ഇസ് കോൾഡ് ലോഡ്. ഈ ലോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലോഡ് ഈസ് ലോഡ് വിച്ച് കൺട്രോൾസ് ദി എന്താ പറയാ എമൗണ്ട് ഓഫ് കറണ്ട്. ഓക്കെ, ലോഡിന്റെ പ്രത്യേകത വെച്ചാൽ കൺട്രോൾസ് എമൗണ്ട് ഓഫ് കറണ്ട്. ഫസ്റ്റ് വൺ, ഓക്കെ, കൺട്രോൾസ് എമൗണ്ട് ഓഫ് കറണ്ട്. ആൻഡ് ഈ ലോഡിന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് കൺവേർട്സ് കറണ്ട് ടു യൂസ്ഫുൾ ഫോം. അതായത് ഈ ലോഡിന്റെ പ്രത്യേകത എന്താണ്? ഈ കണ്ടക്ടറിൽ കൂടെ വരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ കൂടെ തന്നെ അടുത്ത പ്രത്യേകത എന്താണ്? ഈ കറണ്ടിനെ, ഈ കറണ്ട് ഓർ ഇലക്ട്രിക്കൽ എനർജിയെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്ത് മറ്റൊരു എനർജി ആയിട്ട് മാറ്റുക. റെസിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഹീറ്ററിലൊക്കെ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ. ഫാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും, അല്ലെ? മെക്കാനിക്കൽ എനർജി, സോറി, ദെൻ അതെന്താവും? വിൻഡ് എനർജി ആയിട്ട് മാറും. ഓക്കെ, ലൈറ്റ് ആണ്, ഒരു ബൾബ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ലൈറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് ലോഡിന്റെ പ്രത്യേകത. ഇനി അടുത്ത് വരുന്ന സാധനം എന്താ? അടുത്ത് വരുന്നതാണ് ഒരു കൺട്രോൾ ഡിവൈസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് നമ്മുടെ കൺട്രോൾ ഡിവൈസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ പിന്നെ റെസിസ്റ്റർ എന്തുവാ, അല്ലെങ്കിൽ ലോഡ് എന്തുവാ കൺട്രോൾ ചെയ്യുന്നില്ല? കൺട്രോൾ ദ കറണ്ട് ആണ്. ഓക്കെ, കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതിൽ കൂടെ കറണ്ട് പോയിരിക്കും. വോൾട്ടേജ് ഉണ്ടോ ആ ലോഡിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് പോയിരിക്കും. ആ പോകുന്ന കറണ്ടിന്റെ അളവിനെ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ലോഡ് കൊണ്ട് നടക്കുള്ളൂ. ബട്ട് അതിൽ കൂടെയുള്ള കറണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൺട്രോൾ ഡിവൈസ് വേണം. കൺട്രോൾ ഡിവൈസ് കേട്ടോ. സോ കൺട്രോൾ ഡിവൈസ് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്വിച്ച് ആണ്. സ്വിച്ച്, കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത് സ്വിച്ച്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ച്. സ്വിച്ച് എന്താ ചെയ്യുക? സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുക, ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുക. ഫ്ലോ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് പവർ ഫ്ലോ. പവർ ഫ്ലോ ഓർ കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോയിനെയോ പവർ ഫ്ലോയിനെയോ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ നമുക്ക് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണെന്ത്? ഡിവൈസിനെ പറയുന്നവരാണ് കൺട്രോൾ ഡിവൈസ്. സോ ദീസ് ആർ ദ 4 ബേസിക് എലമെന്റ്സ് ഓഫ് എ സർക്യൂട്ട്. എനർജി സോഴ്സ് വരുന്നുണ്ട്. എന്താണ്? ഒരു വോൾട്ടേജ് കൊടുത്ത് കറണ്ടിനെ മൂവ് ചെയ്യിക്കുക. ദാറ്റ് ഈസ് എനർജി സോഴ്സിന്റെ പ്രത്യേകത. രണ്ടാമത് വരുന്നത് എന്താണ്? കണ്ടക്ടർ ആണ്. അതായത് ഈ മൂവ് ചെയ്ത കറണ്ടിന് ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ ഓടിപ്പോകാനൊരു പാത്ത് വേണം. അതാണ് നമ്മൾ എന്താ പറയാ? കണ്ടക്ടർ എന്ന് പറയാ. അടുത്ത് മൂന്നാമത്തെ ഡിവൈസ് ആണ് ലോഡ്. ഈ ലോഡാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറണ്ടിനെ ഉപയോഗിക്കുന്ന സാധനം. കറണ്ടിനെ ഉപയോഗിക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു? കൺവെർട്ട് ചെയ്യുന്നു, മറ്റ് പല യൂസ്ഫുൾ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ലോഡ്. ദെൻ ഫോർത്ത് വൺ സ്വിച്ച് ഓർ കൺട്രോൾ ഡിവൈസ് എന്ന് പറയാം. നമുക്കതിനെ എങ്ങനെ ചെയ്യാം? അത് നമുക്ക് സ്കീമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് നമുക്കൊരു സോഴ്സ്, അല്ലെ? നമുക്കൊരു സോഴ്സ് ഉണ്ടാവും. സോഴ്സ് ഒരു സെല്ല്, നമ്മളൊരു സെല്ല് എടുക്കുന്നു. ഒരു സെല്ലാണ് സോഴ്സ്. അവിടെ നമുക്ക് സെല്ലിൽ നിന്ന് എന്ത് വേണം? ഇതെന്തോടെ വരാത്തെ? സെല്ലിൽ നമുക്ക് എന്ത് വേണം? ഒരു സെല്ല് നമ്മൾ എടുക്കുന്നു. ഈ സെല്ലിൽ നമുക്ക് സപ്ലൈ എടുക്കാം, അല്ലെ? കണ്ടക്ടർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സപ്ലൈ എടുത്ത് ചുമ്മാ വെച്ചാ പോരല്ലോ. എന്ത് വേണം? ചുമ്മാ ഇവിടെ വെച്ചാൽ പോരാ. അത് യൂസ് ചെയ്യാനൊരു ലോഡ് വേണം. ഓക്കെ, അപ്പൊ ഇത് സോഴ്സായി. സോഴ്സ്. അടുത്ത് നമ്മൾ എന്താണ്? ഒരു ലോഡ്.
ഒരു ബൾബ്, ഒരു ലോഡ് കൊടുക്കുന്നു. ദെൻ ഇതിനെ കൺട്രോൾ ചെയ്യണമല്ലോ. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്വിച്ചും കൊടുക്കാം. കൺട്രോൾ ചെയ്യാൻ നമുക്കിവിടെ ഒരു സ്വിച്ചും കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ലോഡ്, ഇതാണ് കൺട്രോൾ ഡിവൈസ്, ഇതാണ് സോഴ്സ്, ഇതിന്റെ പേരാണെന്ത്? കണ്ടക്ടർ. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് ഈ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ മീൻ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, എന്താണത്? അതെന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ കറണ്ട് ഫ്ലോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ടെർമിനൽ അല്ലേ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് കറണ്ട് 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 നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് നമ്മൾ പറയും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറണ്ട്. സെക്കൻഡ് വൺ നമുക്ക് കൺവെൻഷണൽ കറണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇലക്ട്രോൺ കറണ്ടും കൺവെൻഷണൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓക്കെ, നമ്മൾ സമ്മതിച്ചു. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കറണ്ട് എന്ന് പറയും. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക? നെഗറ്റീവ് ടെർമിനലിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക അല്ലേ? അപ്പോൾ ഈ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ് എന്ത്? കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോറി, ഇലക്ട്രോൺ കറണ്ടിന്റെ ഡയറക്ഷൻ ഓർ ഇലക്ട്രോണിക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തതാണ്. ഇനി കൺവെൻഷണൽ കറണ്ട് പറഞ്ഞാലോ, അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയിരിക്കും എന്ത്? കൺവെൻഷണൽ കറണ്ടിന്റെ യാത്ര എന്ന് പറയുന്നത്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോണിക് കറണ്ട് ഓർ ഇലക്ട്രോൺ കറണ്ട്. അപ്പൊ കൺവെൻഷണൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇറ്റ് ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്, അതർവൈസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോൺസ്. ഇനി കൺവെൻഷണൽ കറണ്ടിന്റെ കേസ് പറഞ്ഞാലോ, ഇറ്റ് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, വേർ ഇറ്റ് ഈസ് opposite to the flow of electrons. Okay, opposite to the flow of electrons. അതാണെന്ത്? കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കറണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ കറണ്ട് ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ടിന്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ദെൻ what is EMF? EMF ആണ് നമ്മൾ ഈ പറഞ്ഞ സോഴ്സ് ഉണ്ടല്ലോ, സോഴ്സ് നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ EMF എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ EMF എന്നതുകൊണ്ട് നമുക്ക് മീൻ ചെയ്യാം. അത് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കണം, പുള്ളി ചെയ്ത് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് കോൾഡ് EMF എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഫണ്ടമെന്റൽസിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കണക്ഷനാണ് വരിക. സോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് രണ്ടെണ്ണം നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നോക്കുക. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ എന്താണ്? കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മെഷർ ചെയ്യണം. സോ ഇത് രണ്ടും മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? അമ്മീറ്റർ എന്ന് പറയും.
അമ്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്ത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ സാധനം യൂസ് ചെയ്യും. വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? വോൾട്ട് മീറ്റർ. ഓക്കെ, സോ അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു, ഒരു സർക്യൂട്ട്, സിമ്പിൾ സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, ദെൻ പോയോ, ഓക്കെ, ഒരു റെസിസ്റ്റർ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് നമ്മളൊരു സോഴ്സ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഒരു സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് നമുക്കറിയാം, കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് അറിയാം. ഇനി ഇതിനിടയ്ക്കൊരു വോൾട്ടേജ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം, വോൾട്ടേജ് വി. ഓക്കെ, ഇതിനിടയ്ക്കൊരു വോൾട്ടേജ് വി ഉണ്ടാവുമെന്നറിയാം. സോ ഈ വോൾട്ടേജ് മെഷർ ചെയ്യണം, എനിക്ക് കറണ്ട് എത്രയാണെന്ന് അറിയണം, വോൾട്ടേജ്, എനിക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് എന്തറിയണം? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് എനിക്കറിയണം, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. ഇത് രണ്ടും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം അമ്മീറ്ററും വോൾട്ട് മീറ്ററും. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. സോ ഈ അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാനായതുകൊണ്ട് കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ പോകുന്ന കറണ്ടൊക്കെ ഇതിൽ കൂടെ കയറി ഇറങ്ങി പോയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറണ്ട് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടെല്ലാം എന്ത് ചെയ്യണം? ഈ അമ്മീറ്ററിന് അകത്തൂടെ പോകണം. ഓക്കെ, അമ്മീറ്ററിന് അകത്തൂടെ പോകണം. സോ അമ്മീറ്റർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഇറ്റ് വിൽ കണക്ട് സീരീസ്. ഓക്കെ, അമ്മീറ്റർ എന്ത് ചെയ്യും? അത് സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടായിരിക്കും, അമ്മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അമ്മീറ്ററിന് ഓക്കെ, ഇനി അടുത്ത വോൾട്ട് മീറ്ററിന്റെ കാര്യം പറയാം. വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു ഡിവൈസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത്. സോ അതെങ്ങനെ കണക്ട് ചെയ്യും? അത് കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ്. പാരലൽ ഓർ ഷണ്ട് ചെയ്യും. പാരലൽ വോൾട്ട് മീറ്റർ പാരലൽ. ഓക്കെ, പാരലൽ കണക്ഷൻ ആണ് വരിക. സോ ഇതിനകത്തുള്ള റെസിസ്റ്റൻസിന്റെ കാര്യം കൂടെ നമുക്ക് നോക്കണം. ഇത് സീരീസ് ആയിട്ടല്ലേ വരുന്നത്. അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാ കറണ്ടും അമ്മീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ അമ്മീറ്റർ ഒരിക്കലും എന്ത് ചെയ്തു? ഒരു റെസിസ്റ്റർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യാനേ പാടില്ല. ഈ പോകുന്ന കറണ്ടിനൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. അപ്പൊ അമ്മീറ്ററിലെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം? അമ്മീറ്ററിലെ റെസിസ്റ്റൻസ് ഒരു ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. ലോ റെസിസ്റ്റൻസ് പാത്തായിരിക്കും എന്ത് ചെയ്യുക? അമ്മീറ്റർ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ കറണ്ട് എല്ലാം എന്ത് ചെയ്യും? ആ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യും. അതേസമയം വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത എന്താണ്? വോൾട്ട് മീറ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഒരിക്കലും വോൾട്ട് മീറ്ററിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഒരിക്കലും വോൾട്ട് മീറ്ററിൽ കയറി ഇറങ്ങാൻ പാടില്ല. വോൾട്ട് മീറ്റർ എന്താണ്? വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള സാധനമാണ്. കറണ്ടിന് അവിടെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ രണ്ട് ടെർമിനലിന് തമ്മിലുള്ള പൊട്ടൻഷ്യലിന്റെ വ്യത്യാസം എത്ര? അതാണ് വോൾട്ട് മീറ്റർ ചെക്ക് ചെയ്യുന്നത്. സോ അവിടെ എന്ത് ചെയ്യണം? ഇതുവഴിക്ക് ഒരു കറണ്ട് ഫ്ലോയും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് ഈ വോൾട്ട് മീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കണം. അതായത് ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കണം വരേണ്ടത്. ഹൈ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ ഈസ് ഐഡിയലി 0. ഓക്കെ, ഐഡിയൽ കണ്ടീഷൻ 0. അത് ഐഡിയൽ കണ്ടീഷൻ പറഞ്ഞാൽ 0 ആയിരിക്കണം എന്നാണ്. അപ്പൊ 0 ആവില്ല. ഏറ്റവും ലോവസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം, ലോ റെസിസ്റ്റൻസ് പാത്ത്. അതേ വോൾട്ട് മീറ്ററിലാണെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കണം ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ, ബട്ട് വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം വോൾട്ട് മീറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ട് മീറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കണം. ഇനി അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ വോൾട്ട് മീറ്റർ എടുത്ത് സീരീസ് കണക്ട് ചെയ്യാൻ സംഭവിക്കും. വോൾട്ട് മീറ്റർ സീരീസ് കണക്ട് ചെയ്താൽ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കറണ്ട് വല്ലതും ഫ്ലോ ചെയ്യുമോ? ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. വോൾട്ട് മീറ്റർ സീരീസ് ആയിട്ടാണ്. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ഇൻ കേസ് എടുത്ത് വോൾട്ട് മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ എന്ത് സംഭവിക്കും? ആ സർക്യൂട്ടിലേക്ക് ആ ഒരു പാത്തിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യൂല. കാരണം വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ് കൂടുതലാണ്.
ഇനി അമ്മീറ്റർ ഷണ്ട് ചെയ്താലുള്ള കാര്യം എന്തുവാ? അമ്മീറ്റർ ഷണ്ട് ചെയ്താൽ എല്ലാ കറണ്ടും കൂടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ പോവേണ്ട കറണ്ട് എന്ത് ചെയ്യും? ഇവിടെ ലോ റെസിസ്റ്റൻസ് പാത്തല്ലേ, ഇതിൽ കൂടെ അങ്ങ് കയറി പോകും. അപ്പോൾ ലോ റെസിസ്റ്റൻസ് ആണ്, അതങ്ങ് കത്തിപ്പോവും. സോ അമ്മീറ്റർ ഫെയിൽ ആവും. ഓക്കെ, അമ്മീറ്റർ ഫെയിൽ ആവും, ബേൺ ഔട്ട് ആവും. എങ്ങനെ? എന്ത് ചെയ്താൽ? ഷണ്ട് ചെയ്താൽ. വോൾട്ട്മീറ്റർ സീരീസ് ആക്കുവാണെങ്കിൽ അവിടെ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ്സ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം നമുക്ക് ഇത്രയും പോർഷൻസ് നമുക്ക് നോക്കാം. ബാക്കി ഇനി വരുന്നത് ഫ്ലക്സ് സോൾഡറിങ് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഫ്ലക്സ് സോൾഡറിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും അടുത്ത്. ഇതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലക്സ് സോൾഡർ. ഓക്കെ, ഫ്ലക്സും സോൾഡറും ഇതിനെ കുറിച്ചുള്ള കാര്യമായിരിക്കും അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് ആണ്, അത് അത്രയും നീറ്റായിട്ട് പഠിച്ചു പോകാനാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് പറഞ്ഞ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത് നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം കേട്ടോ. നമുക്ക് റിവിഷൻ, ഇതിടയ്ക്കിടയ്ക്ക് റിവിഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കണം നിങ്ങൾ, ഈ പോയിന്റ്സ് എല്ലാം എഴുതിയെടുത്ത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.